ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തന്നെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചെന്ന റിപ്പോർട്ടിൽ പ്രതികരണവുമായി അതിജീവത. കോടതിയിൽ സ്വകാര്യത സുരക്ഷിതമല്ലെന്ന തിരിച്ചറിവ് ഭയപ്പെടുത്തുന്നു. നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്നും അതിജീവത. കേരള സ്റ്റോറി എന്ന വിവാദ ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ നിന്നും താമരശ്ശേരി രൂപത പിന്മാറിയേക്കും. തെരഞ്ഞെടുപ്പ് കാലത്തെ സിനിമാ പ്രദർശനം തെറ്റായ വ്യാഖ്യാനം നൽകുമെന്ന് വിലയിരുത്തൽ. സിനിമാ പ്രദർശനത്തിലൂടെ ബോധവൽക്കരണം വേണ്ടെന്നും രൂപത. കേരളത്തിൽ ഒരിടത്തും BJP വിജയിക്കാൻ കോൺഗ്രസ് അനുവദിക്കില്ലെന്ന് VD സതീശൻ. തൃശൂരിലും തിരുവനന്തപുരത്തും CPM വോട്ടുകൾ നേടി വിജയിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നും സതീശൻ. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. തൃശൂർ പൂരത്തിലെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റു നടന്നു. പൂരം ഏപ്രിൽ 19-ന്. തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന മുഴുവൻ ആനകളുടെയും പട്ടികയും ഫിറ്റ്നസും സമർപ്പിക്കാൻ വനം വകുപ്പിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കുന്ന കാര്യത്തിൽ തീരുമാനം 17-ന്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന തെരുവ് നാടകവുമായി KPCC. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിക്കുന്ന നാടകം എല്ലാ ജില്ലകളിലും പ്രദർശിപ്പിക്കുമെന്ന് KPCC. ഒരു വശത്ത് പെരിയാർ, മറുവശത്ത് മോദിയും RSSും. രാജ്യത്ത് നടക്കുന്നത് പ്രത്യയശാസ്ത്രപരമായ പോരാട്ടമെന്ന് രാഹുൽ ഗാന്ധി. തമിഴ്നാടിനെ കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നില്ലെന്നും ആരോപണം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കവിത കൂട്ടുപ്രതിയായ ശരത് ചന്ദ്ര റെഡ്ഡിയെ 25 കോടി രൂപ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായി CBI. പണം നൽകിയില്ലെങ്കിൽ ബിസിനസ് തകർക്കുമെന്ന് കവിത പറഞ്ഞതായും CBI. കുടിയിറക്കപ്പെട്ട വോട്ടർമാർക്ക് മണിപ്പൂരിൽ 29 പ്രത്യേക പോളിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും. കുടിയിറക്കപ്പെട്ട 5000-ലധികം പേർക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുമെന്ന് കണക്കുകൂട്ടൽ. മഞ്ഞുമൽ ബോയ്സ് സിനിമാ നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാൻ എറണാകുളം സബ് കോടതി ഉത്തരവ്. നടപടി നിർമ്മാണ പങ്കാളിക്ക് ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകിയില്ലെന്ന പരാതിയിൽ. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVbharat.com സന്ദർശിക്കുക.